ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഒരു കുട്ടി വ്ലോഗായിട്ടോ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമല്ല, ഇന്ന് നമ്മുടെ കിച്ചുവിൻ്റെ ആദ്യ പോളിയോ കൊടുക്കൽ ദിവസം കേട്ടോ. അപ്പോൾ അതൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് ഓർത്തു. ഇന്നലെ അംഗൻവാടിയിൽ ടീച്ചറാണെങ്കിൽ മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ, ഇന്ന് പോളിയോ ഉണ്ട് കുഞ്ഞിനെ, നാളെ വരണമെന്നും പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിരുന്നില്ലെങ്കിൽ എന്നെ അറിയുമെന്ന് തന്നെ സംശയം കേട്ടോ. എന്നാലും ടീച്ചറിന് ഒരു താങ്ക്സ് കേട്ടോ. അങ്ങനെ കിച്ചൂടിനെയൊക്കെ റെഡിയാക്കി നേരത്തെ രാവിലെ പോകണമെന്ന് ഓർത്തത്. പക്ഷേ ഞാനും എൻ്റെ കിച്ചൂടിനെ എഴുന്നേറ്റ് വന്നപ്പോൾ 11 മണിയായി. അതുകൊണ്ട് തന്നെ പോകാൻ ലേറ്റായി കേട്ടോ. അങ്ങനെ കിച്ചൂടിനെ ഒരുക്കി ഡ്രസ്സ് ഇടുന്നതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. ഒരിടത്ത് ആളിരുന്ന് തരത്തില്ല. പിന്നെ ചില ദിവസം എഴുന്നേൽക്കുന്ന ഇടത്തോട്ടായതുകൊണ്ട് ചില ദിവസം എല്ലാത്തിനും വഴക്കായിരിക്കും. ചില ദിവസം നല്ല അനുസരണമുള്ള കുട്ടിയാണ്. ഇന്ന് ഫുള്ള് വഴക്കാണ്. അങ്ങനെ ഒടുവിൽ വലിയൊരു മല്ലുപിടുത്തത്തിന് ശേഷം കിച്ചൂടിനെ റെഡിയാക്കി ഞാൻ ഉണ്ണിയേടിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ റെഡിയാകാൻ പോയി. കിച്ചാപ്പിക്ക് ടാറ്റ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ റെഡിയാകുന്ന കാര്യം വലിയ മടിയാണ്. ഡ്രസ്സ് ഇടിക്കലാണ് ഏറ്റവും വലിയ ചടങ്ങ്. ടാറ്റ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കൊടുക്കും ഞാനും റെഡിയായി. ഇനി കിച്ചൂടിനെ കൊണ്ട് പോളി എടുക്കാൻ പോവാണ്. കിച്ചൂടിനാണെങ്കിൽ നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ. ഒന്ന് ഉറങ്ങിയേ കൊള്ളാമെന്ന് പറഞ്ഞ് ഇരുന്നപ്പോഴാണ് ഞാൻ പോളി കൊടുക്കാൻ വേണ്ടി കിച്ചൂടിനെ കൊണ്ട് പോകുന്നത്. പാവം, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ആശാന്. അങ്ങനെ ഞങ്ങളിത് അംഗൻവാടിയിലെത്തി കേട്ടോ. ഭയങ്കര വെയിലാണ്, ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഞങ്ങൾ പിന്നെ ഒരു ഉച്ച സമയത്താണ് കേട്ടോ ചെന്നത്. അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു, ആരും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും രാവിലെ വന്ന് പോളിയൊക്കെ എടുത്ത് പോയി. ഏറ്റവും ലാസ്റ്റ് പോകുന്നത് ഞങ്ങളാന്നാ തോന്നുന്നത്. അങ്ങനെ അതാ ഞങ്ങൾ അംഗൻവാടിയിലെത്തി. ഞങ്ങളുടെ കിച്ചൂട്ടിൻ്റെ ആദ്യ പോളിയാണ് കേട്ടോ. പോളിയൊക്കെ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വലിയ ഷോയൊക്കെ കാണിച്ച് അവിടെ ചെന്ന് പോളിയോ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്ത ആൾ കുടിക്കണില്ല കേട്ടോ. കൈ വെച്ച് തട്ടി മാറ്റി ഭയങ്കര ബഹളവും വഴക്കും. അങ്ങനെ ഇരുത്തി കൊടുക്കാൻ നോക്കിയിട്ട് ഒരു വ്യക്തി കിച്ചൂട്ടം കുടിക്കണില്ല. കൈയെല്ലാം തട്ടി മാറ്റും, എനിക്ക് വേണ്ടെന്നുള്ള ഭാവത്തിൽ. പിന്നെ ഞാൻ കിടത്തി പിടിച്ച്, അങ്ങനെ പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് ആശാൻ കുടിച്ചത്. അത് വായിലോട്ട് ചെന്നപ്പോൾ അതിൻ്റെ കമർപ്പ് കാരണം മുഖമൊക്കെ അങ്ങോട്ട് വല്ലാണ്ട് പോയി കേട്ടോ, പാവം. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ പോളിയോ കുടിച്ച് ഇനി ഞങ്ങൾ ഓട്ടിടാൻ പോവാം കേട്ടോ. പോളിയോ കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ മാർക്കിടുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ കിച്ചൂട്ടൻ ആദ്യമായിട്ട് ഓട്ടിട്ടു. ഞങ്ങളുടെ കുഞ്ഞുവിരലിൽ ഓട്ടിട്ടതിൻ്റെ അടയാളം. കിച്ചൂണ്ടുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ അംഗൻവാടി പോണത്. രജിസ്ട്രേഷനെല്ലാം പോയത് ഉണ്ണിയേട്ടനും മമ്മിയും കൂടെ ആയിരുന്നു. ഈ ചേച്ചി എൻ്റെ കൂട്ടുകാരി ചേച്ചി കേട്ടോ. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ചേച്ചിക്ക് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ, പാവം. ബാക്കി രണ്ടുപേരും ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ കിച്ചൂടിന് പോളിയോ എന്ന എല്ലാവർക്കും താങ്ക് യു. അങ്ങനെ ആദ്യത്തെ പോളിയും കഴിഞ്ഞു. അതെല്ലാം മംഗളമായി കഴിഞ്ഞ ശേഷം ഞങ്ങളവിടെ എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു കുട്ടി വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്. ബൈ ബൈ, ടേക്ക് കെയർ, സി യു. നല്ല വെയിലാണ്.